الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم الصلاة والسلام عليك يا سيدي يا رسول الله يا نبي الله يا حبيب الله بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبي والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العلي العظيم المرء مع من أحب صدق رسول الله അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട് മഹാനായ അബ്ദുൽ ബാരി പാപ്പ അവരുടെ ജീവിതം കൊണ്ട് ധന്യമായി നാടാണ്. ഇന്നവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഇൽമിന്റെ നൂറും മദതും ഈ രാജ്യത്ത് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവിടുത്തെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവിടത്തോടൊപ്പം അള്ളാഹു നാളെ ജന്നാത്തുൽ നഈമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ, ഈ നാടിനു വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച് ജീവിച്ചു മരിച്ചുപോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ലത്തീഫാജി, പരഞ്ചൻ ഇസ്മായിൽ മുസ്ലിയാരെ പോലുള്ള ആളുകൾ പലരും നമ്മളെ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഈ മഹത്തായ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര് അവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലും പുറം നാട്ടിൽ നിന്നും സ്ഥാപനത്തിനെ സഹായിക്കുന്ന ആളുകൾ, അള്ളാഹു അവരെയും നമ്മയും അവന്റെ തൃപ്തിപ്പെട്ട ഇബാദിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ റജബ് മാസം വളരെ മുഅല്ലമായ മാസമാണ്, മുതബറക്കായ മാസമാണ്. ഒരുപാട് ബഹുമാനങ്ങളും ആദരവുകളും ഈ മാസത്തിനുണ്ട്. ഈ മാസം മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് ഈ മാസം. വളരെ ബഹുമാനമുള്ള 4 മാസങ്ങൾ, 12 മാസങ്ങളുടെ കൂട്ടത്തിൽ വളരെ ബഹുമാനമേറിയ, ഒരുപാട് ഹുർമത്തുകൾ നിറഞ്ഞ, സ്ഥാനമാനങ്ങൾ നിറഞ്ഞ ഒരു വലിയ മാസമാണ്. 4 മാസത്തിലൊരു മാസമാണ് റജബ് മാസം. റജബ് മാസത്തിന്റെ പുലരി പിറന്നാൽ ഹബീബായ നബി തങ്ങൾ റമളാനിലേക്ക് ദുആ ചെയ്യാൻ തുടങ്ങി. റമളാനിലെ മുന്നൊരുക്കത്തിന്റെ മാസമാണ് ഈ മഹത്തായ മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്, പടച്ചോനെ ഞങ്ങൾ റജബിൽ ബറക്കത്ത് തരണം, റമളാൻ മാസത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരണം ആയുസ്സാരോഗ്യത്തോടു കൂടിയെന്ന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്ന മാസമാണ് റജബ് മാസം. ആ പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ റമളാൻ ശരീഫിലേക്ക് തയ്യാറെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമായി കഴിഞ്ഞു. പ്രത്യേകമായി തയ്യാറെടുക്കേണ്ട സമയമാണ് ഈ മാസവും അടുത്ത മാസങ്ങളൊക്കെ. അങ്ങനെ ഒരു ബഹുമാനം ഈ മാസത്തിനുണ്ട്. അതുപോലെ ഈ മാസത്തിൽ ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കി തന്ന മാസമാണ് ഈ മഹത്തായ റജബ് മാസം. അതും സാധാരണഗതിയിലല്ല. തന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുദ്സിയായ ഹളറത്തിലേക്ക് പ്രത്യേകമായി തെരഞ്ഞെടുത്ത തീരുമാനിച്ച വാഹനം കൊടുത്തയച്ച് മലക്കിന്റെ കയ്യിൽ കൊടുത്തയച്ച് ആ മലക്ക് മുഖേന ക്ഷണിച്ചു വരുത്തി. 7 ആകാശങ്ങളും സിദ്റത്തുൽ മുന്തഹയും മറികടന്ന് ഖുദ്സിയായ ഹളറത്തിൽ തന്റെ ഹബീബിനെ പ്രവേശിപ്പിച്ച് അവിടെ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തുകൾക്കായി ആ മാത്തായ മിഅ്റാജിനെ ഓർക്കും വിധത്തിൽ, അനുസ്മരിക്കും വിധത്തിൽ നിസ്കരിക്കാനുള്ള നിസ്കാരം നമുക്ക് കൊടുത്തയച്ചത് ഈ മാസത്തിലാണ്. നമ്മെ സംബന്ധിച്ച് ഒരുപാട് ബഹുമാനങ്ങളും ഒരുപാട് ആദരവുകളും നൽകേണ്ട മാസമാണ് ഇത്. ഈ മാസം ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ലോകത്ത് ഒരു ശക്തിക്കും നൽകാത്ത ഏറ്റവും വലിയ ഒരു സ്ഥാനം അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹളറത്തിൽ പ്രവേശിപ്പിച്ച് റബ്ബുമായി മുനാജാത്ത് നടത്തി, അഭിമുഖം നടത്തി, റബ്ബുമായി സമ്പർക്കം പുലർത്തി മടങ്ങി വരാനുള്ള ഒരു യോഗ്യത ഈ മാസത്തിൽ കൊടുത്തു. നമ്മളെ നേതാവിന് വലിയ സ്ഥാനം കിട്ടിയ മാസമാണിത്. വലിയ മാസമാണ് ഈ മാസം. മഹത്തുക്കളൊക്കെ അത് വർണ്ണിച്ചിട്ടുണ്ട്, അത് വിവരിച്ചിട്ടുണ്ട്. മിഅ്റാജിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹുവിന്റെ ദാത്തിന്റെ സുബ്ഹാനിയത്ത് പ്രകടിപ്പിച്ച സംഭവമാണ് ഇസ്റാ മിഅ്റാജ് എന്ന സംഭവം. സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് വലിയ പരിശുദ്ധനാണ്, ഒരു റബ്ബ് വലിയ മഹാനാണ്. ഇതിനെ, ഈ മഹത്തായ ഉപയോഗത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് മങ്കൂസ് മൗലവിന്റെ തലക്കല് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അങ്ങനെ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ. ഇത് ഖുർആന്റെ ഉപയോഗത്തിനോടുള്ള ഇത്തിബാ ആണ്. ആ ഉപയോഗം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. അങ്ങനെ പറയാൻ കാരണം റസൂലുള്ളാഹിനെ ഉദയം ചെയ്ത മാസത്തിന് സുബ്ഹാന പറഞ്ഞ ആ പദത്തിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് വിദ്യാർത്ഥികാരുടെ കൂട്ടത്തിൽ. അവിടെ സുബ്ഹാനല്ലല്ലോ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട്, അവിടെ സുബ്ഹാന തന്നെയാണ് പറയേണ്ടതെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിനെക്കാളും വലിയ വിവരം ഈ വിമർശിക്കണവർക്കില്ലല്ലോ. അങ്ങനെ റബ്ബിന്റെ ദാത്തിന്റെ സുബ്ഹാനിയത്ത് എടുത്തു പറയാൻ കാരണമാക്കിയ സംഗതിയാണ് ഇസ്റാ. അതുകൊണ്ട് മഹത്തുക്കളൊക്കെ റസൂലുള്ളാഹിന്റെ ഇസ്റാ മിഅ്റാജ് ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും പല ശൈലിയിലും. സാഹിബുൽ ബുറാഖി വ റഫറഫുൽ അലാ റസൂലുള്ളാഹ് സലവാത്തും തഹിയാത്തും അലൈഹിസ്സലാം. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഗുരുവരർ ഉണ്ണീൻകുട്ടി മുസ്ലിയാർ രചിച്ച ബൈത്താണത്, ഖസീദയാണത്. വലിയ സൂഫിയായിരുന്നു, മഹാനായിരുന്നു, ബഹുമാനപ്പെട്ടവർ. അങ്ങനെ മഹത്തുക്കളൊക്കെ ആ സംഭവത്തിന് അനുസ്മരിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉമറുൽ ഖാഹിരി തങ്ങളുടെ വരിയാണ് ഇസ്റാഇനൊക്കെ സുടിച്ച്. ദുറയിൽ സുബൂത്തായ ആ വലിയ നേതാവ് സറയിൽ നിന്ന് സറയിലേക്ക് മടങ്ങിയെത്തി. സറ എന്ന് പറഞ്ഞ ഇസ്റാ, അതിൽ നിന്ന് സറ എന്ന് പറഞ്ഞ മണ്ണിലേക്ക് മടങ്ങിയെത്തി. ആ ഒരൊറ്റ രാത്രി സാധാരണ മടങ്ങി വന്നു. അങ്ങനെ മടങ്ങിയെത്തി. ആ സംഭവം ഇങ്ങനെ എന്താ, അതൊക്കെ ഉപയോഗങ്ങൾ അറബി ഭാഷയിലുള്ള ഉപയോഗത്തിന്റെ ഒക്കെ ശക്തിയത്ര. അങ്ങനെ മഹാന്മാര് മുഴുവനും കുണ്ടൂർ ഉസ്താദിനെ പോലത്തെ ആളുകൾ അറബിയിലും മലയാളത്തിലും
ഇത് വർണ്ണിച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകളൊക്കെ വർണ്ണിക്കും. ആരംഭത്താഹാവിൻ മുമ്പിൽ ജിബ്രീൽ വന്നിട്ടോതിയേ, അല്ലാഹ് റസൂലിന് മുമ്പിൽ കാണാനേറ്റം പൂതിയേ. ഞാൻ കുട്ടിയാകുന്ന കാലത്ത് പാടിയുന്ന പാട്ടാണ്. വളരെ കുട്ടിക്കാലത്ത് നമ്മൾ അന്നത്തെ കവികൾ രചിച്ച പാട്ടാണ്. അങ്ങനെ കവിതകളിലും കസീദകളിലും മിറാജ് മൗലിദ് പറഞ്ഞ മൗലിദ് തന്നെ ഉണ്ട്. ഹബീബായ നബി തങ്ങളുടെ ഇസ്രാ മിറാജ് വർണ്ണിക്കാൻ പരിശുദ്ധ ഖുർആനാണ് വർണ്ണിച്ചത്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ വളരെ ആദരിക്കേണ്ട, വളരെ ബഹുമാനിക്കേണ്ട ഒരു ദിവസമാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയപ്പെടുന്ന മഹത്തായ സംഭവം നടന്ന ആ രാത്രി. ആ രാത്രിയിൽ ഹയാത്തായ ആളുകൾ, ബന്ധപ്പെടാൻ തൗഫീഖ് കിട്ടിയ ആളുകൾ പിറ്റേ ദിവസത്തെ പകലിൽ ശുക്റായി നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറയും. പിറ്റേ ദിവസത്തെ പകല് സുന്നത്ത് നോമ്പ് നോൽക്കുക. അങ്ങനെയുള്ളൊരു വലിയ മുഅല്ലമായ മാസം പരിശുദ്ധ ഖുർആൻ മിൻഹാ അർബഅത്തുൻ ഹുറും എടുത്തു പറഞ്ഞ മാസം. അങ്ങനെയുള്ള ഈ മഹത്തായ മാസത്തിൽ നമ്മളെ അല്ലാഹു എത്തിച്ചു തന്നു, ആയുസ്സാരോഗ്യത്തോടു കൂടി എത്തിച്ചു തന്നു. ഇനിയും ഒരുപാട് റജബുകളിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. ഈ വർഷം പ്രധാനമായി റമദാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. മുമ്പ് നോക്കാനും തറാവീഹ് നിസ്കരിക്കാനും ഒരുപാട് ഖുർആനുകൾ ഓതാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ റമദാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടാം. നിസ്കാരത്തിൽ സംഭവിച്ച അപാകതകളൊക്കെ തീർത്ത് 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിലനിർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഞാൻ ബർക്കത്തിന് വേണ്ടി ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് സൂചിപ്പിച്ചു. വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇസ്രാ മിഅ്റാജ്. ഇവിടെ ഇന്ന് ഈ മജ്‌ലിസിൽ നമ്മൾ അനുസ്മരണം നടത്തുന്നത്, നമ്മളിവിടെ അസ്മാഉൽ ബദർ വലിയ സദസ്സാണ്. ബദരീങ്ങളെ കുറിച്ച്, ബദരീങ്ങൾ ആരാ? അവർ വലിയ മഹാന്മാരാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ കൂട്ടത്തിലുള്ളവർ മുഴുവനും മുഹാജിറുകളും അൻസാറുകളുമാണ്. മുഹാജിറുകളും അൻസാറുകളും അല്ലാത്തവർ ബദരീങ്ങളെ കൂട്ടത്തിൽ ഇല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാന്റെ കൂടെ ഹിജറ പോയ മുഹാജിറുകൾ, അവരവിടെ റസൂലുള്ളാന്റെ കൂടെ ഹിജറ വന്ന് മദീനയിലെത്തിയപ്പോ ആദ്യമായി തങ്ങൾ ദീനി ദഅവത്തിന്റെ ഭാഗമായി ആദ്യം മദീനയിൽ സ്ഥാപിച്ചത് ഒരു പള്ളിയാണ്. ആദ്യം ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ തങ്ങളും മക്കയിൽ നിന്ന് വന്ന, വിദേശത്തിൽ നിന്ന് വന്ന മുതഅല്ലിമീങ്ങളായ മുഹാജിറുകളും അവിടെ ദർസ് ആരംഭിച്ചു. മദീന പള്ളിയിലാണ് വിദേശികൾ വന്നുകൊണ്ട് ആദ്യമായി ദർസ് ആരംഭിക്കുന്നത്. ആ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്. വിഷയത്തിന്റെ വസ്തുനിഷ്ഠമായി ഉൾക്കൊണ്ട മഹത്തുക്കളായ പണ്ഡിതന്മാർ രാജ്യങ്ങളിൽ മുഴുവനും ദർസുകൾ നടപ്പാക്കി. അബുൽ ഹഖ്, അബ്ദുൽ ബാരി പോപ്പയെ പോലുള്ള മഹത്തുക്കൾ, അവരൊക്കെ ദർസാണ്. ദീനി ദഅവത്തിൽ ഏറ്റവും അനിവാര്യം ദർസാണ്. ഒരു രാജ്യത്തൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ഉലൂമിനെ ഇശാഅത്ത് ചെയ്യുന്ന ഒരു വലിയ ദർസ് സ്ഥാപിക്കുക. ദർസ് ആദ്യമായി തുടങ്ങിയത് മദീന പള്ളിയിലാണ്. ഒന്നാമത്തെ മുദരിസ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ മുതഅല്ലിമ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് ആണ് ഒന്നാമത്തെ മുതഅല്ലിമ്. അന്ന് ആ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് മദീനക്കാരായ നാട്ടുകാരായ അൻസാറുകള്. അവർക്ക് അൻസാറുകൾ എന്ന് പറയും. അൻസാർ എന്ന് പറയപ്പെടുന്നത് ഔസ് ഖസ്റജ് 2 ഗോത്രക്കാരാണ്. അവര് ഔസ് ഖസ്റജ് എന്ന 2 ഗോത്രക്കാർക്കാണ് അൻസാറുകൾ എന്ന് പറയാ. അങ്ങനത്തെ മഹാരഥന്മാരായ അൻസാറുകൾ മുഹാജിറുകളെയും റസൂലുള്ളാഹിയെയും എല്ലാ അർത്ഥത്തിലും അവർ സ്നേഹിച്ചു, സഹായിച്ചു. പട്ടിണി കിടന്ന മുതഅല്ലിമീങ്ങൾക്ക് അവർ ഭക്ഷണം കൊടുത്തു. അന്യന്റെ ചെലവ് തിന്നാൻ ആദ്യമായി ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമായി
ഭക്ഷണത്തിന് പോയ നേതാവ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ട് ഖുറൈശി പ്രമാണികരിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഇൽമിനെ പിടിക്കുന്നതിന്റെ പേരിൽ മുത്തഅല്ലിമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മുസൽമാനെ ഈ ഭക്ഷണം അന്തസ്സുള്ള ഭക്ഷണമാണെന്ന് അംഗീകരിക്കണം. ഇന്ന് ചില വാപ്പാർക്ക് മക്കളെ ഓതാൻ പറഞ്ഞേക്കാൻ മടിയാ. ആരാന്റെ പേരേക്ക് ഭക്ഷണത്തിന് വേണ്ടി വരും. ഇതപ്പൊ മടി. ചില ആളുകൾക്ക്, ചില മോലന്മാർക്ക് മക്കളെ ഓതാൻ പറഞ്ഞേക്കാൻ മടിയാ. കാരണം 4 നേരം തിന്നാൻ പെരിയിലുണ്ടായപ്പോ അവനാന്റെ മക്കളെ അന്യന്റെ പെരേക്ക് ഭക്ഷണത്തിന് പറഞ്ഞേക്കല് മോശം. നിങ്ങൾ ആരെ മോശാക്കണ അറിയോ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ പോലുള്ള മഹാരഥന്മാരെ നിങ്ങൾ വച്ചാക്കുന്നത്. ചെറുതാക്കണ്ട. ആ ഭക്ഷണം കഴിക്കണം. അപ്പോഴേ ഇൽമുട്ടുള്ളൂ. ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്തസ്സോടുകൂടി അൻസാറുകൾ കൊടുത്ത ഭക്ഷണം. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവരൊക്കെ മുത്തഅല്ലിമീങ്ങൾക്ക് അന്തസ്സോടുകൂടിയാണ് ഭക്ഷണം കൊടുക്കുക. അങ്ങനെയാണ്. ഞാനും ഇവിടെ പല പേരിലും ഭക്ഷണത്തിന് പോയിട്ടുണ്ട്. നമ്മുടെ റമദാനിക്ക് മുലൽ പാപ്പാന്റെ പള്ളിക്ക് കിതാബ് വെക്കാൻ ഒരു റമദാനിക്ക് ഇവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്ന് ഇവിടെയുള്ള വീട്ടുകാരാണ് എനിക്കൊക്കെ ഭക്ഷണം തന്നീണ്ടത്. എന്നെ നോമ്പറക്കാൻ കൊണ്ടുപോയിരുന്നത്. എനിക്ക് മൊത്തായം തന്നീന്നത്, അത്തായം തന്നീന്നതൊക്കെ പല ആളുകളുമാണ്. അവരൊക്കെ പലരും മരിച്ചുപോയി. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബർ ജീവിതം സന്തോഷാക്കി കൊടുക്കട്ടെ. ആലോചിക്കണം, നമ്മൾ നല്ല ആലോചിക്കണം. അതുകൊണ്ട് കുട്ടികളെ ദർശി പറഞ്ഞയച്ചോ. അന്തസ്സുള്ള ഭക്ഷണമാണ്. അന്യന്റെ ഭക്ഷണം കഴിച്ചവനെ ഇൽമ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഇൽമ കിട്ടൂല. അത് ഉറപ്പല്ലേ? ശരിക്ക് ഇൽമ കിട്ടണമെങ്കിൽ അന്യന്റെ ഭക്ഷണം കഴിക്കണം. ഓതിപ്പടിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഒരു വേജാറും ആകണ്ട. എല്ലാം പോയി കഴിക്കാം. അന്തസ്സുള്ള ഭക്ഷണമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സ. ഞാൻ ആദ്യമായി ഓതാൻ വന്നത് എടരിക്കോടാണ് ഓതാൻ വന്നത്. അങ്ങനെ ഞാൻ ഉച്ചക്കൊരു ഭക്ഷണത്തിന് ചെല്ലണ വീട്ടില് ഭക്ഷണത്തിന് ചെല്ലും. വ്യാഴാഴ്ച ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ അവിടുത്തെ മാമ എനിക്ക് ബസ്സിന് പൈസ തരും. ഒരു പൈസ എന്തൊക്കെയാണ്ട് അങ്ങോട്ട് പോകാനുള്ള പൈസ എന്തൊക്കെയാണ്ട് പിന്നെ ഒരു 2ാമത്തെ പൈസ തരും. ഇത് എന്തിനാന്നറിയോ? ശനിയാഴ്ച അങ്ങോട്ട് വരാനാണ് അറിയും. എനിക്ക് പേരിൽ നിർബന്ധമായി. അങ്ങനെയാണ് ഓലൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചതും ഓതി പഠിപ്പിച്ചതും. ആ മാമ ഒന്നില്ല. അള്ളാഹു ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. നമ്മളെപ്പോഴും ദ്വാരക്കും. ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ദ്വാരക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ അവിടെ തുടങ്ങിയ ദർസ്, ആ ദർസിന്റെ പാരമ്പര്യമാണ് മഹാനായ അബ്ദുൽ ബാരി പാപ്പയെ മുൻനിർത്തി ഈ രാജ്യത്ത് ഈ നാട്ടുകാർ നിലനിർത്തി പോരുന്നത്. അങ്ങനെയാണ് നിലനിർത്തി പോരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ആ മുഹാജിറുകളും അവരെ തീറ്റിപ്പോറ്റിയ അൻസാറുകളും. ആ 2 വിഭാഗം ജനങ്ങളാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പൊ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മുഹാജിറുകളും അൻസാറുകളുമാണ്. ബദരീങ്ങൾ. ആ മുഹാജിറുകൾ അൻസാറുകളെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആരാണ് മുഹാജിറുകളും അൻസാറുകളും? അവർ മാത്രമല്ല, അവരെ ഖിയാമത്ത് നാൾ വരെ പിന്തുടർന്ന് ജീവിച്ച ആളുകളും റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളാക്കട്ടെ. അവരെ പിന്തുടർന്ന, മുഹാജിറുകളെ പിന്തുടർന്ന ആളുകളായി മുത്തഅല്ലിമീങ്ങൾ അല്ലാഹു ആക്കട്ടെ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നാട്ടുകാർ സഹായിക്കുന്നവരെ ആ അൻസാറുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ആക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹ് കൊടുത്ത മഹത്തായ സ്ഥാനം റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. എന്താ ഇതിന്റെ അർത്ഥം? റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹ് പൊരുത്തപ്പെട്ടു. വറളൂ അൻഹു, അവരല്ലാഹനെ അങ്ങോട്ടും പൊരുത്തപ്പെട്ടു. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടു, അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടു. 2 തൃപ്തി, അങ്ങും ഇങ്ങും തൃപ്തി. ഈ 2 നിലയിൽ സമ്പൂർണമായാൽ ആ വ്യക്തിയുടെ സ്ഥാനപ്പേരാണ് ഹബീബ്. ഇത് ലോകത്തെ അല്ലാഹു പ്രഖ്യാപിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഹബീബുല്ലാഹി മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബുല്ലാഹി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട നേതാവ് അത് റസൂലുള്ളാഹി തങ്ങളാണ്. തങ്ങൾക്ക് 2 നിലയും പൂർണ്ണമാണ്. അങ്ങോട്ട് തൃപ്തിപ്പെട്ടതും അല്ല അങ്ങോട്ട് തൃപ്തിപ്പെട്ടതും. നിന്റെ തൃപ്തിപ്പെടാൻ ബാക്കി തങ്ങൾക്ക് മുഴുവനും അല്ല തൃപ്തിപ്പെട്ടില്ലേ? ഹബീബ് റസൂലുള്ളാഹി
അത് വലിയ വിഷയമാണ്. ആ റളിയല്ലാഹു അൻഹും വറളു അൻഹു, ഈ രണ്ട് മർത്തബ, റാളിയത്തിന്റെയും മർളിയത്തിന്റെയും മർത്തബ, എന്നൊന്ന് ഹെല്ലേത് പറഞ്ഞാൽ അങ്ങനെ കിട്ടും. രണ്ട് മർത്തബയാണത്, റാളിയത്ത് മർളിയത്ത് എന്നീ രണ്ട് മർത്തബ. അതാണ് മുഹാജിറുകൾക്ക് അല്ലാഹു തആല പ്രഖ്യാപിച്ചത് ഖുർആനില്, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവർക്ക് മാത്രമല്ല പ്രഖ്യാപിച്ചത്, വേറൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബാ. ദാലിക, ആ റാളിയത്ത് മർളിയത്ത് എന്നീ രണ്ട് മർത്തബ, ലിമൻ ഖശിയ റബ്ബാ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കൊക്കെ അല്ലാഹു കൊടുക്കും. റബ്ബിനെ പേടിച്ച് ജീവിച്ചവർക്കൊക്കെ അല്ലാഹു കൊടുക്കും. അതന്നെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളതും. റാളിയത്ത് മർളിയത്തിന്റെ മർത്തബ, മുഹാജിറുകൾ അൻസാറുകൾക്ക് പ്രഖ്യാപിക്കപ്പെട്ട മർത്തബ, അത് അല്ലാഹു കൊടുക്കുന്ന വിഭാഗം ആരാണ്? ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഖശിയത്തുള്ള വിഭാഗം? അത് മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഖശിയത്തുള്ള ആലിമീങ്ങൾ മാത്രമേ ആവുള്ളൂ. ഖശിയത്തുള്ളവർക്ക് മാത്രമേ ആലിം എന്നും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആലിം ഇവിടെ രണ്ട് വിധത്തിലുണ്ടാവും ദുനിയാവില്. ഖശിയത്തുള്ളവരും ഉണ്ടാവും, ഖശിയത്തില്ലാത്തവരും ഉണ്ടാവും. അല്ലാഹു നമ്മളെ ഖശിയത്തുള്ള ആലിമീങ്ങളായി ആക്കി തരട്ടെ. ആലിമീങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇൽമ എന്ന് പറഞ്ഞാൽ കൊച്ചു കളിക്കാനുള്ളതല്ല, തോന്നിയ ഫത്വ പറയാനുള്ളതല്ല. ഇപ്പൊ മഴ പെയ്യണില്ല, എന്താ മഴ പെയ്യാത്ത? മഴ പെയ്യാൻ ഞാൻ എന്താ വേണ്ടത്? ഖതീബ് അല്ലെങ്കിൽ ഖാദി മഹല്ലിൽ നിന്ന് പറയണം. ഇങ്ങനെ മഴയ്ക്ക് വേണ്ടുന്ന നിസ്കാരത്തിന് വേണ്ടി വരാൻ വേണ്ടി പറയണം. പക്ഷെ പറയുന്നതിന്റെ മുമ്പ് ആദ്യം ഖതീബ് മിഹ്റാബ് എന്താ പറയേണ്ടത്? പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ ഒരുമിക്കണം, പിണങ്ങി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ ഒരുമിക്കണം, തെറ്റി നിൽക്കുന്നവരിണങ്ങണം, പൊരുത്തപ്പെടിക്കണം, പരസ്പരം നന്നാവണം. 3 ദിവസം നോമ്പ് നോൽക്കണം. 3-ാമത്തെ ദിവസം നോമ്പോടുകൂടി ഒരു ഒഴിഞ്ഞ മൈതാനിയിലേക്ക് മഴയെ തേടാൻ വേണ്ടി വരണം. ഇന്ന് ഖതീബിന്റെ മിഹ്റാബ് എന്ന് പ്രസംഗിക്കല് എല്ലാ ഭിന്നിപ്പും, എല്ലാ കുഴപ്പവും, എല്ലാ കലഹവും എന്റെ മാതിരിയുള്ള ഖതീബുമാരല്ലേ ഇപ്പൊ ഉണ്ടാക്കുന്നത്. എന്ത് ഖശിയത്ത് എന്ന് അതിന് പറയാ? ഇത് ഖശിയത്തുള്ള ആലിമാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തി നമ്മളെ ഖശിയത്തുള്ള ആലിമീങ്ങളാക്കട്ടെ. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ എപ്പോഴും എന്ത് വരക്കുക? ഇന്നൊരു ഖശിയായ ഖശിയത്തുള്ള ആലിമാക്കണേ പഠിച്ചോനെ എന്ന് വരക്കുക. അല്ലാതെ ഇങ്ങനെ ഒരാളിങ്ങനെ ഉറങ്ങണത് ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കുക, അതിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ സെൽഫി എടുക്കുക, അതൊന്നുമല്ല മൂല്യന്മാരെ പണി. അതൊക്കെ അശ്രദ്ധായ മുൻകറ. അതൊക്കെ ചില നെറൂറത്തിന്റെ മസലയിൽ പണ്ഡിതന്മാർ ചില സമ്മേളനത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ സെൽഫി എടുത്ത് നടക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഷാരിയാത്തി തങ്ങളെ പോലത്തതൊക്കെ 10 പണ്ട് എടുത്തു നോക്കണം. ഫോട്ടോ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് മൂല്യന്മാരുടെ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മള് മൂല്യന്മാരെ പറ്റി പറഞ്ഞുകൊണ്ട് നാടന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ആകാന്ന് വിചാരിച്ചണ്ട, അങ്ങനെ വിചാരിച്ചണ്ട. അത് മൂല്യന്മാർക്കുള്ള, നമുക്കുള്ളതല്ല. അങ്ങനെ വിചാരിക്കണ്ട. മൂല്യന്മാർക്ക് ഇവിടെ മൂല്യന്മാരോട് ബന്ധപ്പെട്ട് 3 വിഭാഗം 4 വിഭാഗമാണ്. ഉലമാ, മുതഅല്ലിമ്, കുന്നാലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബ. നീ ഒരു ആലിമാവ്, നീ ഒരു മുതഅല്ലിമാവ്, നീ കേട്ടുപഠിക്കുന്നവനാക്, അല്ലെങ്കിൽ ഇവരെ പ്രിയം വെക്കുന്നവനാക്. വലാത്തകുൻ ഖാമിസ, 5ാമത്തെ പാർട്ടി ആവല്ല. സത്യത്തിൽ ഈ 4 വിഭാഗം ഉണ്ടാകണമെങ്കിൽ 1ാമത്തത് നല്ല നാട്ട നല്ല ലെവലിൽ നിൽക്കണം, ആലിമായി ജീവിക്കണം. അപ്പോഴവിടെ മുത്തഅല്ലിമീങ്ങൾ ഓതാൻ വരുള്ളൂ. ആലിമിന്റെ അടുത്ത് ദുന്യവിയായ കളികളും തമാശ ഉണ്ടായാൽ ആ ആലിമിന്റെ അടുത്ത് ഓതാൻ മുത്തഅല്ലിം ഉണ്ടാവൂല. ഓതാൻ വന്നാൽ തന്നെ മുത്തഅല്ലിമോടെ ഓതാൻ നിലകൊള്ളൂല. അതുകൊണ്ട് ആലിമായി ജീവിക്കണം, ഖശിയത്ത് വേണം. അപ്പൊ മുത്തഅല്ലിം ഉണ്ടാകും, അപ്പൊ മുസ്തമി ഉണ്ടാകും, അപ്പൊ മുഹിബും ഉണ്ടാവും, നല്ല മഹബത്തും ഉണ്ടാവും ജനങ്ങൾക്ക്. ആലിം ഖശിയത്തില്ലാതെ തോന്നിയ മാതിരി പറയുകയും തോന്നിയ മാതിരി പ്രവർത്തിക്കുകയും ചെയ്തതാണ് ഇന്ന് ഈ ദുനിയാവിന് സംഭവിച്ച അപകടം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. സാധാരണക്കാരെ ഇടങ്ങേറാകല്ലേ ഇപ്പൊ കിടന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റോൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല ഖശിയത്തുള്ള ഉലമാ എവിടെയുള്ളത് അവിടെ നിന്നോളി, രക്ഷപ്പെടും.
നല്ല ഖശിയത്തുള്ള അള്ളാനെ പേടിയുള്ള ഉലമായി എവിടെയുള്ളത് അവിടെ നിലനിന്നോളി. അവിടെ മാത്രമേ സലാമത്തിന്റെ ബാബ് ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ റയീസുൽ ഉലമനെയും സുൽത്താനുൽ ഉലമനെയും ഒക്കെ പിന്തുടർന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പിന്തുടർന്നതാണ്. അവര് മഹത്തുക്കളാണെന്ന് പഠിപ്പിച്ചു തന്നത് ശൈഖുന വഖ ഉസ്താദും അതുപോലെ വടകര അമ്മദാജി പാപ്പയും മടവൂർ CM-നെ പോലുള്ള മഹത്തുക്കളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ വെറുതെ തമാശക്ക് വേണ്ടിയിട്ട് നിന്നതല്ലാതെ. അള്ളാഹു നമ്മള് നല്ല ആൾക്കാരെ കൂട്ടത്തിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഞാൻ സാന്ദർഭികമായി വിഷയം പറഞ്ഞു എത്തിയപ്പോ ആ വിഷയം ഒന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. അതിന്റെ ഭാഗം തന്നെയാണ് ഖശിയത്തുൽ ആലിമീങ്ങളെ പിന്തുടരുന്നതിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ നടത്തുന്ന മഹത്തായ ഉറൂസ് മുബാറക്. അതിന്റെ ഭാഗമാണ് ഈ ഉറൂസ് മുബാറക്. അതുകൊണ്ട് നമ്മൾ 5ാമത്തെ പാർട്ടി ഇവിടെ ഉണ്ടാവും. ഇതൊന്നും സ്നേഹിക്കൂല, അവരൊന്നും മഹബത്ത് വെക്കൂല, ഇവരോടൊന്നും ഒരു കൂറും നിലവാരം നിലനിർത്തൂല. അങ്ങനത്തെ ഒരു വിഭാഗം പ്രപഞ്ചത്തിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നുമുണ്ട്. ഇപ്പോഴില്ലേ മഹത്തുക്കളെ വിമർശിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ വലിയ തൗഹീദിന്റെ ആൾക്കാരായിരിക്കും അവര്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ മഹാന്മാരെ ആദരിക്കണമെന്ന് പഠിപ്പിച്ചത് ആരാ? ഖുർആനാ പഠിപ്പിച്ചത്. ഖുർആനിലുള്ളത് മുഴുവനും മഹാന്മാരെ മൗലിദാ. ഭാരതന്മാരുടെ മൗലിദാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫ് സൂറത്ത് എത്ര സംഭവമായില്ല പറയുന്നത്. ഒന്ന് ഖിദ്ർ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ചരിത്രം. മറ്റൊന്ന് ഗുഹാവാസികളായ 7 ഔലിയാക്കളും ആ ഔലിയാക്കളെ പ്രിയം വെച്ച ഒരു നായയും ആ നായയുടെ ചരിത്രം. നായ സ്വർഗത്ത് കിടക്കുന്ന നായയാണ്. മറ്റൊന്ന് ദുൽഖർനൈനി രാജാവിന്റെ ചരിത്രം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി. ആ ദുൽഖർനൈനി രാജാവിനിക്ക് ഭൂമിയിൽ തംകീൻ എന്ന മക്കാനത്തിനെ നമ്മൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ തംകീൻ എന്ന് പറഞ്ഞൊരു മക്കാനുണ്ട്. ഒരു ആത്മീയ ദർജന്റെ പേരാണ് തംകീൻ. അങ്ങനെ ഓസുലാമിന്റെ ചരിത്രത്തിൽ ഇതിലൊക്കെ കാണാം തംകീൻ എന്ന് പറയപ്പെടുന്ന സംഭവം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. വആതൈനാഹു എല്ലായിടത്തും എല്ലാം ഓപ്പനായി അങ്ങോട്ട് വിട്ടുകൊടുത്തു. സെക്കൻഡ് സമയം കൊണ്ട് ആയിരക്കണക്കിന് മൈലുകൾ ദൂരെയുള്ള രാജ്യങ്ങൾ വിട്ടുകിടക്കാൻ മറികടക്കാൻ ദുൽഖർനൈനി രാജാവിന് ഒരു പ്രയാസമില്ല. അങ്ങനെ മഹാന്മാരുണ്ടാവും. തംകീൻ എന്ന മക്കാനത്ത് കിട്ടിയോലി ഇവിടെ കണ്ടാലും അവിടെ കാണും, അവിടെ കണ്ടാലും മറ്റു കാണും. ഇട്ടിട്ടില്ലേ മടവൂർ CM വലിയുല്ലാഹി തങ്ങളുടെ ഒരു മുരീദിനെ ബഹുമാനപ്പെട്ടവർ 977 മക്കത്തേക്ക് ഹജ്ജിന് പറഞ്ഞയച്ചു. ആ മുരീദ് തന്നെ മക്കത്തെ ഹറമിന്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു തന്ന സംഭവമാണ്. പറഞ്ഞത് 994 ഹറമില് കഅബത്തിന്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു തന്ന സംഭവം. 977 പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ ഇയാളെ ഹജ്ജിന് പറഞ്ഞയച്ചു. നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാ? പാസ്പോർട്ടും വിസ ഇല്ലാതെ പോകാൻ കഴിയൂലാന്ന് തോന്നണ്ട. മഹാന്മാർ വിചാരിച്ച അതൊക്കെ നടക്കും. ഇരിക്കട്ടെ, സംഭവം വലിയ സംഭവമാണ്. ആ പോയ ആള് ഖാജാ തങ്ങളുമായി അഭേദ്യ ബന്ധമുള്ള ആളുമാണ്. അഭേദ്യമായ ബന്ധം നിലനിർത്തിയ ആളുമാണ് ആ പോയ ആള്. 2004 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അല്ലാഹു ദർജ ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മക്കത്തെത്തി. ഇവിടുന്ന് പോകുമ്പോ തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഹജ്ജും ഉംറയും ഫഹദിന്റെ കൊട്ടാരത്തിൽ ജോലിയും ഞാൻ നിങ്ങൾക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാ മടവൂർ എന്ന് പറഞ്ഞത്, കോഴിക്കോട്ട് എന്ന് പറഞ്ഞത്. മൂപ്പര് അവിടെ എത്തി, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഫഹദിന്റെ കൊട്ടാരത്തിൽ ജോലി കിട്ടി. പാസ്പോർട്ടും വിസയോട്ടും ഇല്ലേനും എങ്ങനെ ജോലി ചെയ്ത്? നമ്മളത് വിശ്വസിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ വിശ്വസിക്കും. പരിശുദ്ധ ഖുർആനിൽ ഇതിന് സമാനമായ 100 കണക്കിന് സംഭവങ്ങൾ അല്ലാഹു തആല എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ കറാമത്തുകളും ബഹുമാനങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം ഖശിയത്തുള്ള നല്ല ആലിമീങ്ങളുടെ കൂടെ
ആ സുഹബത്തിലും ആ കൂട്ടായ്മയിലും നമ്മൾ ജീവിക്കണം. ഇവിടെ ഈ മഹത്തായ ഈ പുതുപ്പറമ്പില് നമ്മുടെ തങ്ങൾപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ഒരു ദർസും അതിലൊരുപാട് മുത്താലിമുകളും വിദ്യാഭ്യാസപരമായ ഒരുപാട് മേഖലകളും ഉണ്ടെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറും അവരോട് സുഹബത്ത് കിട്ടുക, സഹവാസം പുലർത്തുക, രക്ഷപ്പെടും. അല്ല രക്ഷപ്പെടുത്തും. അല്ല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഫഹദിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞാൽ ഹറമിന്റെ മുറ്റത്ത് ഫഹദിനൊരു കൊട്ടാരമുണ്ട്. ഹജ്ജിനും ഉംറക്കൊക്കെ പോയവർക്ക് കാണാം. ഹറമിന്റെ മുറ്റത്ത് തന്നെ ഒരു കൊട്ടാരമുണ്ട്. ഹറമിന്റെ മുറ്റത്തേക്കാണ് അതിന്റെ ഫസ്റ്റ് ഗേറ്റ്. ആ ഗേറ്റിങ്കിൽ വാച്ച്മാന്റെ പണിയാണ് കിട്ടിയത്. വാച്ച്മാന്റെ പണി ആയ സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയപ്പോ കിട്ടിയത്? പലർക്കും ഇങ്ങനെ വിശ്വാസം കിടന്ന് തിരിയാണ്. എങ്ങനെയപ്പോ ഇത് കിട്ടിയത്? മൂപ്പര് ഉംറ കഴിഞ്ഞ്, ഞാൻ പറഞ്ഞുതരാം, മൂപ്പര് ഉംറ കഴിഞ്ഞ് തവാഫും സയ്യൊക്കെ കഴിഞ്ഞ് മൂപ്പര് കഅബ ഒന്ന് മുത്തി മണക്കട്ടെ വെച്ചിട്ട് കഅബത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ പോലീസ് വലയം ചെയ്ത് അവിടേക്ക് ആരെയും അടുക്കാൻ അയക്കണില്ല. കഅബത്തിന്റെ വാതിൽ തുറന്നും വെച്ചേക്കണ്. അപ്പൊ മൂപ്പര് ഹാല് മാറി. കഅബത്തിന്റെ വാതിൽ തുറന്നത് കണ്ടപ്പോ മൂപ്പര് മനസ്സിന്റെ ആവേശം കൊണ്ട് ഹാലൊക്കെ മാറിപ്പോയി. പോലീസിന്റെ പെരടി കൂടി എത്തി നോക്കി. അതില് പോലീസ് പായിപ്പിച്ചു മൂപ്പരെ. പോലീസ് അപ്പം പാഞ്ഞി, മൂപ്പരോട് പാഞ്ഞി. വീണ്ടും പോലീസ് മടങ്ങിപ്പോയപ്പോ മൂപ്പര് വീണ്ടും കൊടുക്കണേ തിരിച്ചുപോയി. കഅബത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. പോലീസിന്റെ പെരടി കൂടി വീണ്ടും എത്തി നോക്കി. അതിൽ പോലീസ് 2ാം പ്രാവശ്യം പായിപ്പിച്ചു. അതും കഴിഞ്ഞ് 3ാം പ്രാവശ്യം പായിപ്പിച്ചപ്പോ പോലീസ് വിട്ടില്ല. ഒപ്പാണ്ട് കൂടി പോലീസ്. മൂപ്പര് പറയാണ്, ഞാൻ മത്താഫിന്ന് സ്റ്റെപ്പ് എടുത്ത് വീണുപോയി. അവിടെ ഇട്ട് പിടിച്ചു പോലീസ്. പോലീസ് പിടിച്ചു. അപ്പൊ അതിന്റെ സംഭവം ഫഹദ് രാജാവ് കഅബം കാണാൻ വേണ്ടി വന്നതാ. ഫഹദ് രാജാവ് ഈ രംഗമൊക്കെ നോക്കിക്കാണാണ് ഇയാൾ പോയണതൊക്കെ. അതിൽ ഫഹദ് രാജാവ് പോലീസിനോട് ഇങ്ങനെ ആക്കി. അതിൽ രാജാവിന്റെ അടുത്ത് കണ്ട് കൊണ്ടിരുന്നു. രാജാവ് അറബിയിലെന്തോ പറഞ്ഞു എന്നാ മൂപ്പര് പറഞ്ഞത്. ഇരിക്കണ്ട അറബി അറിയാ. ഞാൻ കഅബത്തിന്റെ വാതിൽക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞു. ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പുടിയാറുള്ളൂ, വേറൊന്നും പറയാറിയില്ല. അതിൽ രാജാവ് പോലീസുകാരോട്, യാ അല്ലാഹ് കയറ്റിവനെ ഉള്ളിൽ കയറി. കയറ്റി കഅബത്തിന്റെ ഉള്ളിൽ കിടന്ന് മൂപ്പര് നിസ്കരിച്ചു. പുറത്തിറങ്ങി ഫഹദ് രാജാവ് സ്വന്തം ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തു, നിനക്കിവിടെ എന്റെ വാച്ച്മാന്റെ പണി കൊടുക്കണം, മാസത്തിന് ഇത്ര ശമ്പളം കൊടുക്കണം, ഒരു വസിയ്യത്തുണ്ടാ, എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്നാ. എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്നാണ്. പക്ഷെ മൂപ്പരെ CM വലിയുള്ളായി പറഞ്ഞയച്ചത് വെറുതെ അല്ല. ആ കൊല്ലാണ് ഹറമിൽ മഹ്ദി എന്ന് പറയപ്പെടുന്ന പേരിൽ കുറച്ച് അക്രമികൾ കടന്നുകൂടിയത്. ആ കടന്നുകൂടിയ അക്രമികളെ പിടിക്കാൻ വലിയ ജിഹാദ് നടത്തിയ ആളാണ് ഈ വ്യക്തി. അതിന് കുറച്ച് കഴിയുന്ന ആളുമാണ് മൂപ്പര്. അങ്ങനെ അതിനും കൂടിയാണ് മൂപ്പര് ആ കൊല്ലം പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ആദ്യത്തെ രാത്രിയിൽ ഹറമിൽ നിന്ന് തഹജ്ജുദിന്റെ വാങ്ക് കേട്ട്, ഹറമിൽ തഹജ്ജുദിന്റെ വാങ്കുണ്ടാവും സുബഹിന്റെ 1 മണിക്കൂർ മുമ്പ്. തഹജ്ജുദിന്റെ വാങ്ക് കേട്ട് ഞാൻ ഹറമിലേക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ ഞാൻ ചെന്ന ഹറമിൽ ചെന്നാൽ അവിടുത്തെ തഹിയ്യത്ത് ഏതാ? തവാഫ. തവാഫ് ചെയ്യാൻ വേണ്ടി ഞാൻ കഅബത്തിന്റെ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് ചെന്നപ്പോ മടവൂർ CM മൂപ്പര് തവാഫിന് വേണ്ടി എന്നെങ്ങനെ കാത്തു നിൽക്കുന്നു. എവിടെ? ഹജറുൽ അസ്വദിന്റെ മുന്നിൽ. സുബ്ഹാനല്ലാഹ്. സലാം പറഞ്ഞു, കൈയൊടിച്ച്. ഉസ്താദ് പറഞ്ഞു എന്നോട്, മൂപ്പര് പറഞ്ഞേ വേറെത്താ, ഞങ്ങളെ തവാഫിന് കാത്തിക്കാണ്. അങ്ങനെ ഉസ്താദ് ദിക്റൊക്കെ ചൊല്ലിത്തന്ന് ഞാൻ തവാഫ് ചെയ്തു. തവാഫ് കഴിഞ്ഞ് ഇബ്രാഹിം മഖാമിൽ 2 റക്അത്ത് നിസ്കരിച്ച് മൂപ്പര് യാത്ര പറഞ്ഞു, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പിരിഞ്ഞു. ആ മനുഷ്യൻ ചെയ്തു അവിടെ തന്നെ ഇരുന്ന് സുബൈ വരെ ഇരുന്ന്, സുബൈ ജമാഅത്തും കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്ന്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഇഷ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമുണ്ട്. പള്ളിയിൽ സൂര്യൻ ഉദിക്കോളം ഇരിക്കണം. ഉദിച്ചുയർന്നതിന് ശേഷം 2 റക്അത്ത് ഇഷ്റാഖ് നിസ്കരിച്ചിട്ടാണ് പള്ളിക്ക് നിന്ന് പുറത്തു പോവുക. ആ ഇഷ്റാഖ് നിസ്കരിക്കാൻ ഹദർമൗത്ത് പോയാൽ ഇപ്പോഴും ഉണ്ടാ പതിവ് പള്ളികളിലൊക്കെ. ഒരു ഇഷ്റാഖ് നിസ്കരിച്ചിട്ടേ സുബൈ ജമാഅത്തിന് വന്നവര് പുറത്തു പോവുള്ളൂ. നമ്മളെ മാതിരി പള്ളിക്കന്ന് ജമാഅത്ത് കഴിഞ്ഞ് കുടിയിൽ പോയി കയ്യും തിരി കിടന്നുറങ്ങണ പണി അവർക്കൊന്നുമില്ല.
നമുക്കല്ല സുബൈക്കുള്ള ഉറക്ക്, ആ വലിയ രസമുള്ള ഉറക്ക്. അപ്പോഴാണ് നമ്മൾ ഉറങ്ങുക. 1 മണി 2 മണി വരെ സീരിയലും ചാനലും കണ്ട് അല്ല നമ്മൾ ആരെ കൂടുതലാക്കുക എന്നറിയില്ല. നമ്മക്കൊക്കെ ഇപ്പൊ വേണ്ടത് റൊണാൾഡോയും മറോഡോണയും അങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ. അപ്പൊ നമ്മളൊക്കെ പോക്ക്, നമ്മളെ കുട്ടികളൊക്കെ അവരെ സ്നേഹിച്ചാൽ ഓല കൂടുതലേക്ക് പോകാം, അത്രേ ഉള്ളൂ. മഹാന്മാരെ പ്രിയം വെച്ചാൽ മഹാന്മാരെ കൂടെ പോകാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചത് അതാ. അങ്ങനെ മൂപ്പര് പറയാൻ ഇശ്റാഖ് നിസ്കരിച്ച് പുറത്തിറങ്ങി. അന്ന് മൊബൈലൊന്നുമില്ല, ഫോൺ ബൂത്ത് ചെന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു. എന്താ ഉസ്താദിന്റെ വിവരം എന്ന് ചോദിച്ചിട്ട്, അന്തിക്ക് കണ്ടേക്കണ്. അപ്പൊ അവിടെ ഉള്ളവര് പറഞ്ഞു, ഉസ്താദ് ഇവിടെ ഉണ്ട്, സുഖമാണ്, പ്രശ്നമൊന്നുമില്ല, റാഹത്താണ്. ഇങ്ങനെ ഇടക്കിടക്ക് പതിവായിരുന്നു. അങ്ങനത്തെ ഒരു മർത്തബണ്ട്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. ഈ സംഭവം ഖുർആൻ അല്ലാഹയാണ് ഉദ്ധരിച്ചത്. അങ്ങനെ ഒരു മർത്തബണ്ട് മനുഷ്യനെ. ദംദബാമ ദഹിരിദായി മൽഹുലൂരി വശുഹുദ് ദംത ഫീ ജന്നാതി വസ്ലിൻ حالة الأبدال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മർത്തബ മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയ മർത്തബ, അത് മുഅ്മിനീങ്ങൾക്ക് ആർക്ക് കൊടുത്തു, ഇന്നത് കൊടുത്തു എന്ന് ഖുർആനിൽ നല്ലോ മൗലൂദ് ഓതിയിട്ടുണ്ട്. ഈ മഹാന്മാരെ മതേ പറയാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് പരിശുദ്ധ ഖുർആൻ തൊട്ടു നോക്കാൻ അവകാശമില്ല. അവർക്ക് അതിലുള്ളത് മുഴുവനും മഹത്തുക്കളുടെ മൗലിദുകളാണ്, ചരിത്ര പാഠങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മഹാന്മാരെ പ്രകീർത്തനങ്ങൾ നടത്തുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ് പഠിപ്പിച്ചത് മഹാന്മാരെ പ്രകീർത്തിക്കണമെന്നത്. ആലോചിക്കൂ നിങ്ങൾ. അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ മഹത്തായ മാസം സുൽത്താനുൽ ഹിന്ദ്. കാരണം ഇന്ത്യക്കാർക്ക് ഖാജാ തങ്ങളോട് ഒരു കടപ്പാടുണ്ട്. ഇനി അതാണെന്ന് പറയാം. ഖാജാ തങ്ങളോട് ഒരു കടപ്പാട് ആർക്കുണ്ട്? ഇന്ത്യക്കാർക്കുണ്ട്. കാരണം ഖാജാ തങ്ങൾക്ക് ലോകത്തിന്റെ നേതാവ് കൊടുത്ത പട്ടം, പദവി സുൽത്താനുൽ ഹിന്ദ് എന്ന പദവിയാണ്. അത് മുത്തുനബി കൊടുത്ത സ്ഥാനമാണ് ഖാജാ തങ്ങൾക്ക്. ബഹുമാനപ്പെട്ടവർ, ഇന്ത്യക്കാരനല്ലല്ലോ, ഖുറാസാൻ നാട്ടുകാരനാണ്, അറേബ്യൻ രാജ്യക്കാരനാണ്. ഖുറാസാനില് ബഹുമാനപ്പെട്ടവർ ജീവിച്ച് ചെറുപ്പക്കാരനായി കൗമാരപ്രായത്തിൽ വളരുമ്പോ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മരണപ്പെട്ടു. അഹ്ലു ബൈത്താണ്, തങ്ങന്മാര് കുടുംബത്തിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. അങ്ങനെ ബാപ്പാന്റെ മുതല് അനന്തരാവകാശം കിട്ടിയ കാരക്കത്തോട്ടത്തിൽ ബഹുമാനപ്പെട്ടവര് കാരക്കത്തോട്ടം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തോട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത ഒരു അപരിചിതനായ ഒരു യാത്രക്കാരൻ, ഒരു പ്രായമെത്തിയ ആള് അവിടെ വന്നിരുന്നപ്പോ ചെറുപ്പക്കാരനായ ഖാജ അപരിചിതനായി ഈ വ്യക്തിയെ, പ്രായമുള്ള ഇദ്ദേഹത്തിനെ ആദരിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും പല ഖിദ്മത്തുകളും വെള്ളം മുക്കിക്കൊടുത്തു, പലതും ചെയ്തു കൊടുത്തു. കുട്ടിയുടെ ഖിദ്മത്തും എല്ലാ സൽസ്വഭാവവും കണ്ട ഖാജ ഈ പ്രായമുള്ള വ്യക്തി പോകുന്ന സമയം തന്റെ പോക്കറ്റിൽ നിന്ന്, ഭാണ്ഡത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തിന്റെ തുണ്ടെടുത്ത് കുട്ടിന്റെ വായിലിട്ട് കൊടുക്കുകയും ചെയ്തു. ആ ഭക്ഷണം അങ്ങോട്ട് തിന്ന് കീപ്പോട്ടിറങ്ങിയപ്പോൾ ഖാജ തങ്ങളെ കൽബ് മാറിപ്പോയി. ഭൗതികതയോട് വിരക്തി വരാൻ തുടങ്ങി, ദുന്യാവിനോട് വെറുപ്പ് വരാൻ തുടങ്ങി. തന്റെ കൽബിൽ 100% അല്ലാഹുവും പരലോകവും വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. നമ്മളെ കൽബിൽ നമ്മളിങ്ങനെ പറയും, ഞാൻ അള്ളാന്റെ ആളാണ്, ഞാൻ പരലോകത്തിന്റെ ആളാന്നല്ലാതെ ശരിക്കും തുറന്ന് വാതിലുണ്ട് തുറന്നിട്ടില്ല. വാതിൽ എപ്പോഴും തുറന്നെടുക്കുന്നത് നിക്കേച്ചാൽ നിന്നാലും കുറുക്കൻ ചത്താലും കണ്ണു പോയി കൂട്ടി കയറണേരി. നിക്കേച്ചാൽ നിന്നാലും ചിന്ത, എന്റെ കച്ചവടം എന്താ പാകുക, ഇവിടൊക്കെയാണ് എന്റെ വിസ കിട്ടുവോ, ഇങ്ങനൊക്കെയുള്ള ചിന്തകളിലാണ് നമ്മളുള്ളത്.
എന്നാൽ അങ്ങനല്ല, ചിന്ത ഒന്നും മറ്റൊരു ലോകത്തേക്ക് നമ്മളെ ചിന്ത കടക്കേണ്ടതുണ്ട്. അതാണ് ഖാജാ തങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്. മറ്റൊരു ലോകത്തേക്ക് നമ്മളെ ചിന്താമണ്ഡലം പ്രവേശിക്കേണ്ടതുണ്ട്. ഖാജന്റെ ചിന്ത മാറി. ഖാജ സമ്പത്ത് വിൽക്കുകയാണ്, തോട്ടം വിറ്റു, കിട്ടിയ കാശുമായി ഇൽമു പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പുറപ്പെടുകയാണ്. ആദ്യമായി താൻ പ്രവേശിക്കുന്നത് ഇൽമു പഠിക്കാനാണ്. ഞാൻ ദീർഘിപ്പിക്കണില്ല, സമയം ദീർഘിക്കുന്നുണ്ട്. നിങ്ങൾ മരുവിന്റെ ശേഷം തുടങ്ങിയതായിരിക്കും. ഞാനും തന്നെ പരിപാടി കഴിഞ്ഞിട്ട് വരിക തന്നെയാണ്. പിന്നെ ഖാജനെ കുറിച്ചും മഹാന്മാരെ കുറിച്ചും പറയുമ്പോ പിന്നേറ്റ് നിക്കോളം ക്ഷീണാണെങ്കിൽ പിന്നെ ഒരു ഉസറിട്ട് കൂടല. പറഞ്ഞു മനസ്സിലായ? അപ്പൊ ആക്കങ്ങനെ നോക്കരുത്, നിർത്തൂല, അത് തുടരെ തന്നെയാണോ വെച്ചിട്ട് നോക്കുക. ആയിക്കോട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അവാക്കാണ് ഞാൻ കുട്ടിക്കാലത്ത് തന്നെയുള്ള പരിചയം, എൻട്രി കോഡ് ഓതുന്ന കാലത്തുള്ള പരിചയമാണ്. ഇന്നും ഇന്നലെയുള്ള പരിചയമൊന്നുമല്ല. അള്ളാഹു നല്ല നമ്മളെ കൂട്ടത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല റാഹത്ത് കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ പണ്ടത്തെ ആയിട്ടൊന്നുമില്ല, ചെറിയ ക്ഷീണമൊക്കെ ഇപ്പൊ ആയി തുടങ്ങിക്കണ്. അള്ളാഹു ഒക്കെ അസുഖങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. രണ്ടാൾക്കാർ മുന്നിൽ ഒരുപോലെ ഇരിക്കുന്നുണ്ട്, ബാവാക്കി രണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ കൈ കൊടുക്കട്ടെ, നല്ല കൈ അള്ളാഹു നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിർത്തുകയാണ്. മഹാനായ ഖാജ ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ചുരുക്കി പറയാം, ഇൽമുകളെ ഇബ്തിദായിയായ ഇൽമെല്ലാം പഠിക്കണം. മുതഅല്ലിമീങ്ങളൊക്കെ നല്ല പഠിച്ച് കഴിവുറ്റ പണ്ഡിതന്മാരാകണം. നഹ്വും സർഫ് എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കണ്ടെത്തിയ സുന്നത്താണ്. നഹ്വും സർഫൊക്കെ പഠിക്കാറുണ്ട്. അതിന്റെ വിധാതാവ്, അത് കണ്ടെത്തിയ മഹാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അത് അലൈക്കും ബി സുന്നത്തി എന്ന് പറഞ്ഞപ്പെട്ട നഹ്വും സർഫൊക്കെ പഠിക്കല്, അത് പഠിക്കണം. അൽഫിയണ്ട് വായിച്ച് ബിസ്മില്ലാ അൽ ബാഉ എന്ന് വായിച്ചാൽ ആ അല്ലെന്താന്ന് അറിയണം. അൽ ബാഉല അല്ലെന്ത്, ബാ എന്ത്, ഇസ്മോ ഫീലോ അർഫോ. ഇസ്മാണെങ്കിൽ ഇസ്മാൻ എന്നതിന്റെ അലാമത്ത് എന്ത്, അത് മഅറബോ മബനിയോ, എന്താ ഏറാബ്. ഏറാബ് മർഫു ആണെങ്കിൽ റഫ് എന്തുകൊണ്ട്, ഏതെല്ലാം വിധത്തിൽ റഫ് വരും. ഇതൊക്കെ ഒരു ആലിമിന്റെ ഖൽബിൽ ഉദയം ചെയ്യണം. അങ്ങനെ ഊതി കൊടുക്കണം. അപ്പോൾ അൽബാവു അങ്ങനെ ഊതി പഠിക്കും വേണം മുത്തഅല്ലിമീങ്ങൾ. ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് ഓതിയതും പഠിച്ചതും അങ്ങനെയായിരുന്നു. അള്ളാഹു നമുക്ക് ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ, നല്ല ബർക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ. എല്ലാം അറിയേണ്ടവരാണ് നമ്മള്. അതുകൊണ്ട് ഉസ്താദ്മാർ പറഞ്ഞറിലുണ്ടാവും, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓതി പഠിച്ച് എല്ലാം പഠിച്ചപ്പോ മൂപ്പർക്ക് ഇനി എന്ത് ചെയ്യണം? ഞാൻ പഠിച്ച എന്റെ ശർഈയായ ഉലൂമുകളും എന്റെ വിശ്വാസപരമായ വിശ്വാസങ്ങളും വെച്ച് എന്റെ സ്വഭാവം ഒന്ന് ചിട്ടപ്പെടേണ്ടതുണ്ട്. അതാണല്ലോ, ഞാൻ പഠിച്ച ഉലൂമുകളും മസ്അലകളും അനുസരിച്ച് എന്റെ വിശ്വാസപരമായി എന്റെ കർമ്മങ്ങളൊന്ന് കൃത്യമാകേണ്ടതുണ്ട്. അതിന് ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചെത്തിയത് ഹർമു എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെ ഉണ്ടായിരുന്ന വിഷയത്തിൽ തന്റെ ഗുരു ഉസ്മാനെ ഹാറൂനി എന്ന് പറയപ്പെടുന്ന മഹാൻ, വലിയ മഹാന്, ചിശ്തി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ മൊഈനുദ്ദീൻ തങ്ങള് ആ ഉസ്മാനെ ഹാറൂനി എന്ന് പറയപ്പെടുന്ന ഷെയ്ഖിന്റെ ഉദ്സിയായ ഹദറത്തിൽ 20 വർഷം അല്ലെങ്കിൽ അതിലധികം വർഷം. ഇപ്പൊ മുതഅല്ലിമീങ്ങളൊക്കെ ഒരു 5-6 കൊല്ലം എന്ന് പറയും. പറമ്പിൽ പോയ 7 കൊല്ലി. എന്നിട്ട് ചിലവരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ പേറ്റിരിക്കുന്നത് ആ +2 കൊണ്ട് കഴിഞ്ഞാൽ മുങ്ങണം. മുങ്ങങ്ങൾ എവിടെ പൊങ്ങ? ഞാൻ ഒന്ന് കാണാലോ. എവിടെ പൊങ്ങ? ആ കളിയൊന്നും വേണ്ട, നിങ്ങൾ എവിടെ പൊങ്ങ, അവിടെ നമ്മളുണ്ടാവും. നിങ്ങൾ 2 പേര് പരലോകത്തേക്ക് പൊങ്ങാൻ കാണിച്ചപ്പോ അല്ലാഹു നമ്മളെ പരലോകം നന്നാക്കി തരട്ടെ. എന്റെ പ്രസംഗത്തിന്റെ സമയം കഴിഞ്ഞു എന്നതിന്റെ അലാമത്തൊക്കെ വരുന്നുണ്ട്. ഞാൻ നിർത്തിയാണ്. സമയം തീർന്നിട്ടുണ്ട്, അലാമത്താണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വക ചിന്തൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പഠിക്കുക. 20 വർഷമാണ് ഉസ്മാനെ ഹാറൂനി എന്ന് പറയപ്പെടുന്ന ഷെയ്ഖിന്റെ അടുക്കൽ കൂടിയത്. ജീവിതം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞേച്ചു. മുതബത്തിലായി മാറി, പൂർണ്ണമായി മുതബത്തിലായി മാറി. 20 വർഷമായപ്പോ ഉസ്മാനെ ഹാറൂനി എന്നവർ
ചിശ്തി തരീഖത്തിന്റെ എല്ലാ പട്ടങ്ങളും ഒക്കെ കൊടുത്ത് ഇജാസത്തൊക്കെ കൊടുത്ത് എല്ലാ ഖിലാഫത്തും ഏൽപ്പിച്ചു കൊടുത്ത് ഖാജാ തങ്ങളോട് നിർദ്ദേശിച്ചു മദീനയിൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോകാൻ. അങ്ങനെ ഖാജാ തങ്ങള് മഹാനവറുകൾ മദീനയിൽ വന്ന് താമസിച്ചു. അവിടെ റസൂലുള്ളാഹിന്റെ തിരുസന്നിധിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുമായി സമ്പർക്കമുണ്ടായി കണ്ടു. തങ്ങൾ പറഞ്ഞു, ഖാജാ നിങ്ങൾ ഇവിടെ നിന്നാ പറ്റൂല, ഇന്ത്യ രാജ്യത്ത് എന്റെ ആൾക്കാർ വലിയ ഇടങ്ങേറിലാണ്. അവിടുത്തെ അക്രമികളായ ഭരണാധികാരികൾ വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും നടത്തുകയാണ്. അതുകൊണ്ട് ഖാജാ നിങ്ങളെ ഞാൻ സുൽത്താനുൽ ഹിന്ദായി തെരഞ്ഞെടുത്തു. എവിടേക്ക് പോകണം? നിങ്ങൾ അജ്മീറിലേക്ക് പുറപ്പെടണം, അജ്മീറിലേക്ക് പോകണം. ഖാജാ തങ്ങൾ അജ്മീറിലേക്ക് പുറപ്പെടും 40 മുരീദുമാരോടുകൂടി. അപ്പോഴെ ഇന്ത്യക്കാരി മുസ്ലിമീങ്ങളെ ഈ ഉമ്മത്തിനെ ആര് കഷ്ടപ്പെടുത്തിയാലും ഇവിടെ ഖാജാ തങ്ങൾ ഇടപെടുന്നൊരു സമയം ഉണ്ടാവും. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ആർക്ക് ഭരിക്കണമെങ്കിലോ ഖാജന്റെ മക്കാമിൽ പോണം. ഇന്നത്തെ നമ്മളെ മോഡി രാജാവ് അടക്കം പോയിട്ടില്ലേ? ഖാജന്റെ അടുത്ത് പോകാതെ ഇന്ത്യ ഭരിക്കാൻ കഴിയൂല. അത് ഇന്ത്യന്റെ ചരിത്രമാണ്. അങ്ങനെയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ ആർക്ക് എന്ത് അധികാരം ഇവിടെ നടപ്പാക്കണമെങ്കിൽ സുൽത്താനുൽ ഹിന്ദിന്റെ കാവലും മദതും വേണം. നിങ്ങളാരും ബേജാറാകണ്ട, സുൽത്താനുൽ ഹിന്ദ് നമ്മൾ ഇടപെടും. സുൽത്താനുൽ ഹിന്ദ് ഇടപെട്ടിനൊക്കെ 100 ഉദാഹരണം പറയാണ്ട്. ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവരൊക്കെ നല്ല മഹബത്ത് വേണം. നമ്മളെ ഒരു 100 റുപ്യ നൊട്ട കിട്ടുന്നിടത്ത് മാത്രം ഖാജനെ പിടിച്ചാൽ പോരാ, ചെലവാക്കുന്നിടത്ത് ഖാജനെ പിടിച്ചണം. അതുകൊണ്ട് ഖാജാ തങ്ങളുടെ മദത് ഉള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. സംശയമൊന്നും വേണ്ട, ഖാജാ തങ്ങളുടെ മദതുള്ള രാജ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാജന്റെ മദത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാനും എൻ്റെ മൂത്ത മകനും ഞങ്ങൾ 2-3 ആൾക്കാർ കൊണ്ട് അജ്മീറിൽ പോയി. അജ്മീറിൽ ചെന്നപ്പോ ഞങ്ങൾ മക്കാമിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ എന്റെ നോട്ടക്കാരായ ആൾക്കാരുണ്ട്. അവരെന്തെയും ചിലപ്പം വന്ന് കണ്ട് നമ്മളവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി പറയും. അങ്ങനെ അവര് വന്ന് കണ്ട് നമ്മളോട് ഞങ്ങളുടെ ഫാസിനോദി ദ്വാരക്കല്ലേ പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ നമ്മൾ ഈ ദുആന്റെ ഹാലിൽ ഇയാൾ പറഞ്ഞതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞേക്കണ നമുക്ക് ശ്രദ്ധ ഉണ്ടായില്ല. നമ്മൾ ഖാജൻ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ദ്വാരക്കാണ്, യാസീനോദി കൊണ്ട് ദ്വാരക്കാണ്. അയിലാണ്ട് പോയി ഇയാളാണ്ട് പോയിട്ട് ഒരു ഹലാക്കിന്റെ മുട്ടിവടിയായിട്ടുണ്ട് വന്ന് സുബ്ഹാനല്ലാഹ് മുട്ടിവടിയായിട്ട് വന്നപ്പോ ഇയാൾ മുട്ടിയേറ്റ് അവിടുന്ന് ദേശത്തിൽ ഇത് വരുന്നുണ്ടപ്പോ എന്റെ കൂടെ എന്റെ മകണ്ട്, ഓനക്ക് ആ മുട്ടിവടി പിടിച്ചണം. ഞാൻ പറഞ്ഞിട്ട് പിടിച്ചണ്ട, ഒപ്പൊരൊന്നും കാട്ടില്ല, ഒപ്പരിഞ്ഞ് അവിടെ നിൽക്കുകയറിഞ്ഞ. വാതിലിന്റെ അടുത്ത് അങ്ങോട്ട് കടന്നിട്ട് ഒറ്റ നിർത്താ, ഉപരെ എടുത്തിട്ട് വരുന്നില്ല. ഞമ്മക്ക് ഉറപ്പുണ്ട് നമ്മള് ഖാജന്റെ മുമ്പിലാണ്. എന്നാ ഓല അടിച്ചട്ടെ, ഓല് കാണാൻ നമുക്ക് പോറ്. നമ്മള് സുൽത്താനുൽ ഹിന്ദിന്റെ പേരിൽ യാസീനും നേർച്ചയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പവർ കാണുന്നോടത്ത് കാണുന്നെ വേണ്ടേ? ഇളകിയില്ല മൂപ്പര്. ആ നിർത്ത അവിടെ ഒന്ന് ദ്വാരന്ന് കയ്യോളം നിന്നു. ഞാനും തന്നെ കുറച്ചൊന്ന് നീട്ടി കയറത്. എന്റെ അനുഭവമാണ്. ഞമ്മക്കൊരു ഉറപ്പുണ്ട് ഖാജാ തങ്ങൾ ഇടപെടും. അതുകൊണ്ട് നമ്മൾ മൗത്തിന്റെ നേരത്ത് ഖാജ ഇടപെടട്ടെ. അതൊന്നും മറ്റൊന്നും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. മരിക്കണ നേരത്തെ ഇബ്ലീസ് നമ്മളെ സ്വയ്പാക്കുമ്പോ ഖാജാ തങ്ങളുടെ ഇടപെടൽ കിട്ടി മരണപ്പെടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഖാജാ തങ്ങൾ ഇടപെട്ട് പിശാചിനെ അകറ്റി നിർത്തി ലാ ഇലാഹ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് നമ്മൾ മരിക്കട്ടെ. അതിന് നമ്മൾ ദ്വാരക്കണ ഈ ഉറൂസ് മുബാറക്ക് വളരെ അന്തസ്സുള്ള ഉറൂസ് മുബാറക്കായി അല്ലാഹു ഏറ്റെടുക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഖാജന്റെ മദത് കിട്ടാനാണ് ഞാൻ എന്റെ ഒരനുഭവം പറഞ്ഞാണ്. അങ്ങനെ 100 അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു റബ്ബുൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോ ഇയാൾ തന്നെ വന്നിട്ട് പെച്ചതാട്ടാ, ഇയാൾ ഉറുദുലാണ് പറയുന്നത്. അങ്ങനെ പെച്ചോയത് അങ്ങനെ നമുക്ക് പറയുന്നുണ്ട്. എന്തേ ഇയാൾക്ക് അനുഭവപ്പെട്ടത് നമുക്കറിയില്ല. ചിലപ്പോ ഖാജന്റെ അടുത്ത് പെരടി ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം.
അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, തരണ്ടി എന്നാ തരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി നമ്മളെ ഹാജാതങ്ങൾ അങ്ങനത്തെ മഹത്തുക്കളുടെ അതൊക്കെ അള്ളാഹു റബ്ബുൽ ദാലികലിമൻ ഖശിയ റബ്ബ ആ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ മർത്തബ അത് ആർക്കുള്ളതാണ്? അള്ളാഹുവിനെ ഖശിയത്തുള്ളവർക്കുള്ളതാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്കുള്ളതാണ്. അതിന്റെ 100 ഉദാഹരണങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. അത് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ആളുകളാണ് നമ്മൾ. ഖുർആനിൽ പറഞ്ഞ, ഹദീസിൽ പറഞ്ഞ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി ഓതുന്നോരും ദർസ് നടത്തുന്നവർക്കും മുഹാജിറുകളുടെയും അവരെ സഹായിക്കുന്നവർക്ക് അൻസാറുകളുടെയും ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്ന ഇത്തിബാഅ് ചെയ്യുന്നവർക്കും റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യം നിലനിർത്താൻ കഴിയുള്ളൂ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ പാരമ്പര്യത്തിൽ നിലനിർത്തിപ്പോരുന്ന പ്രസ്ഥാനങ്ങളാണ് നമ്മളെ സ്ഥാപനങ്ങളും നമ്മളെ കോളേജുകളും ഒക്കെ. അതില് എന്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് 100%. ഇവിടെ ഇപ്പൊ എന്റെ ഒരു മാസമൊക്കെ എത്ര രൂപ ചെലവുണ്ടാവും എനിക്കറിയാം. ഞാൻ ജാമിഅ നുസ്രത്തിൽ അതിന്റെ ഒരു ഖാദിമാണ്. ഒരു മാസം 10 ലക്ഷം രൂപ ചെലവുണ്ട് അവിടെ. എന്ത് ഒരു റിസീവറില്ല, 10 ലക്ഷം രൂപ ഒരു മാസം ഏകദേശം ചെലവ് വരും. കണക്കൂട്ടി വരുമ്പോ 200-ലധികം മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനം. അൽഹംദുലില്ലാഹ് 20 വർഷത്തിലേക്ക് അടുക്കുകയാണ്. 1 ഉറുപ്പിയും കടല്ല. ഇൻഷാ അല്ലാഹ് അജ്മീർ ഉറൂസ് അടുത്ത 8-ാം തീയതിയാണ്, ശനിയാഴ്ച. ഞങ്ങൾ പാപ്പ പങ്കെടുക്കും. ഇവർക്കുണ്ടാവും, ഉണ്ടാവൂലേ? ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മളെ പരിപാടിയല്ല, കാരന്റെ പരിപാടി ആട്ടെ. വണങ്ങി വന്നോളി. അല്ലാഹു റബ്ബ് അടക്കം കരീൽ തങ്ങൾക്ക് അടക്കം പേടിയാണ് ഹാജന്റെ പരിപാടി. എന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരു ഫോൺ സന്ദേശമൊക്കെ തരലുണ്ട്. ചിലപ്പോ അതായി ഫോൺ സന്ദേശമൊക്കെ തരും. ഹാജ തങ്ങളെ പരിപാടി ആകുമ്പോ അങ്ങനെയാണ്. മഹാന്മാർ സുലൈമാൻ റയീസുലമ രാവിലെ മൗലൂദ് തീർക്കാൻ പറയും. ഒരു മടിയും പറയില്ല, ഞാൻ തീർക്കാൻ വരാറ്. ഹാജ തങ്ങൾക്കുടെ ചരിത്ര പാഠം അതാണ്. ഇന്ത്യയിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുസ്ലിം ഉമ്മത്തിനും എല്ലാ അത്താണിയുമായി ഇന്ന് നിലകൊള്ളുന്ന മഹാൻ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. അല്ലാഹുവേ, ക്യാൻസർ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണമല്ല, കിഡ്നി രോഗികൾക്ക് നീ ശിഫ കൊടുക്കണമല്ല. മലരോരത്തിൽ ക്യാൻസർ വന്ന രംഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ല അല്ല. ഞങ്ങൾക്ക് ആരോഗ്യം എന്റേതാണ്, രോഗം തരും, അതിന് ഞങ്ങൾക്ക് കംപ്ലൈന്റും ഇല്ല. പക്ഷെ അവറത്ത് മറ്റൊരാളെ മുമ്പിൽ മരിച്ചു വെക്കേണ്ട രോഗം തരല്ല അല്ല, കാണിച്ചു കൊടുക്കേണ്ട രോഗം ഞങ്ങൾക്ക് തരല്ല അല്ല. ഞങ്ങളെ ഓരോ ശ്വാസവും അല്ലാ അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മായി ചൊല്ലി ചൊല്ലി ഞങ്ങൾക്ക് ജീവിച്ച് മരിക്കാൻ ഹാജ തങ്ങളെ മദദ് കൊണ്ട് തൗഫീഖ് നൽകണമല്ല. മുത്തുനബിന്റെ ഖാദിമുകളിൽ ഞങ്ങളെ പെടുത്തണമല്ല. ചരിത്രം വളരെ വിശാലമായ ബഹറാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഇനി സമയം വൈകുന്നുണ്ട്. ഇനി ഖാജന്റെ പേരിലുള്ള ബറക്കത്തിന്റെ മൗലിദ് ഒരൽപ്പം ഓതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യലാണുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളൊക്കെ എല്ലാ വിഷയത്തിലും നമ്മളെ ഹയാത്തും മൗത്തും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിൽ തങ്ങൾ പാപ്പ പ്രത്യേകിച്ച് പറഞ്ഞേക്കണേ, തങ്ങൾ പാപ്പമാർക്കും പല ആളുകളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ മുറാദുകളും അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അല്ല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ല റാഹത്തും സന്തോഷവും അല്ലാഹു നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ഈ വിളിയൊന്ന് കേൾക്കണമല്ല, നീ ഞങ്ങളിലൊക്കെ ഒന്ന് നോക്കണമല്ല. ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലുമൊക്കെയുള്ള ഒരു സൗന്ദര്യ പണക്കങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആചാരങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ പൂർണ്ണമായി മാറ്റി നല്ല ഒരുമയും സ്നേഹവും നിലനിർത്തണമല്ല. മഴ പെയ്യാത്ത ഭിന്നിപ്പ് ഞങ്ങൾക്ക് തരല്ല അല്ല, ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമല്ല. ഹാജന്റെ ബർക്കത്ത് കൊണ്ട് മഴ തരണമല്ല. ഞങ്ങളെ കിണറുകളിൽ വെള്ളം നിലനിർത്തി തരണമല്ല. കുറ്റിയടിച്ചവർക്കൊക്കെ നല്ല വെള്ളം കാണിച്ചു കൊടുക്കണമല്ല. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമല്ല. ഈ പഠിക്കണ മുത്തഅല്ലിമീങ്ങളൊക്കെ ഹാജ തങ്ങളെ മുഹിബ്ബീങ്ങളും മുരീദുമാരായി ഉയർത്തണമല്ല. ചാടിപ്പോകുന്ന മുങ്ങിപ്പോകുന്ന ആളുകളാക്കല്ല അല്ല. ഒരു ലക്ഷ്യം എത്തുന്നത് വരെ ഞങ്ങളെ നീ ഇൽമിൽ റുസൂഖായി നിലനിർത്തണമല്ല, നിലനിർത്തണം തമ്പുരാനെ. ഇരിക്കണ ആലിമീങ്ങളൊക്കെ ഇൽമിന് ഖിദ്മത്ത് ചെയ്യുന്നവരൊക്കെ ഖശിയത്തുള്ള ആലിമീങ്ങളായി ആക്കിത്തരണം റഹ്മാനെ, നൽകണം റഹ്മാനെ. തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.